ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. വലിയ ആൾക്കാർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഞാനിപ്പം മുറിച്ചിട്ടാണ് ഇട്ടത്. നല്ല രീതിയിൽ വഴന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളിയും കൂടി ഇടാം. ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറാകുന്ന വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അങ്ങനെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ പിന്നെയും വഴറ്റി ആ ഒരു തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ, ഇതിലേക്ക് അടിയുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റി എടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളിടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഉപ്പ്, ഈ പൊടികളിലിട്ട് നല്ല രീതിയിൽ ഇളക്കുക. നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ചിക്കനാണ് വേണ്ടത്. എല്ലില്ലാത്ത ചിക്കൻ പൊരിച്ചത്. നോർമലി പൊരിക്കുന്ന പോലെ മുളകിലിട്ടിട്ട് നോർമലി പൊരിക്കുന്ന പോലെയാണ് പൊരിച്ചത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ക്രഷ് ചെയ്ത് ചിക്കന് ഈ ഉള്ളിയുടെ മസാലയിൽ ഇടുക. പിന്നെ നമുക്ക് മല്ലിച്ചപ്പിട്ടിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. നല്ല രീതിയിൽ മിക്സാക്കി എടുത്തതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി വേണ്ടത് സേമിയാണ്. നമുക്ക് വേണ്ടത് വറുത്ത സേമിയാണ്. ഈ വറുത്ത സേമിയ ഉപ്പിലിട്ടിട്ട് വേവിച്ചിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ആറ്റിയെടുക്കാം. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഊറ്റിയെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണം, വറുത്ത റവ, നമ്മൾ തരിക്കല്ലിൽ യൂസ് ചെയ്യുന്ന വറുത്ത റവയും കൂടി അതിലേക്ക് ഇടുക. സേമിയത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഈ തരിയും ഈ സേമിയയും കൂടി നല്ല രീതിയിൽ മിക്സാക്കുക. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. നമുക്ക് ഈ സേമിയം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തരി ഒരു ഗ്ലാസ് ആണെങ്കിൽ സേമിയം ആ ഒരു ഗ്ലാസ് തന്നെ ആയിരിക്കണം. ഈ സേമിയും റവയും ഒരേ രീതിയിലായിരിക്കും, ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ചിക്കൻ്റെ മിക്സ് ഈ സേമിയത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം നമ്മൾ ആവിപ്പുട്ടിലാണ്, ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിരട്ടപ്പുട്ടിലേക്ക് കുറച്ച് തേങ്ങയിട്ട് അതിൻ്റെ മേലെ ഈ മിക്സ് ഇട്ടിട്ട് ആവിമേൽ വെക്കുക. നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ്, അടിപൊളിയാണ്. പിന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ, പിന്നെ നമുക്ക് തന്നെ ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ കുട്ടി ഫങ്ഷൻസിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കാണ് പിന്നെ വരാം. ടാറ്റാ.